അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സന്തോഷം എവിടെയാ? സമാധാനം എവിടെയാ? റാഹത്ത് എവിടെയാ? മാനസികമായ തൃപ്തി എവിടെയാ? ഇതെല്ലാം ലഭ്യമാകുന്ന ഒരു കേന്ദ്രമുണ്ടോ? സമാധാനം ലഭ്യമാകുന്നൊരിടമുണ്ടോ? അത് വിശുദ്ധമായ ഇസ്ലാം. അല്ലാഹു തആല മനുഷ്യരാശിയുടെ ഗുണത്തിന് വേണ്ടി, ആ മനുഷ്യരാശിയുടെ സത്യാസത്യ വിവേചനത്തിന് വേണ്ടി ഇറക്കപ്പെട്ട വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല സമാധാനം നിറച്ചു വെച്ചിട്ടില്ലേ? അല്ലാഹുവിനെ ഓർക്കലുകൊണ്ടാണ് മാനസികമായ സമാധാനം ലഭ്യമാവുക എന്ന് 14 മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ഇറക്കപ്പെട്ട വഹി മുഖേന നൽകപ്പെട്ട വിശുദ്ധമായ ഖുർആനിന്റെ ആ വരികളിലൂടെ പഠിപ്പിച്ചു തരുന്നില്ലേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ അറിയണേ, ബിദിക്രില്ലാഹ് അല്ലാഹുവിനെ ഓർക്കലുകൊണ്ടാ, അല്ലാഹുക്ക് ദിക്ർ ചൊല്ലലുകൊണ്ടാ, അല്ലാഹുവിനെ സ്മരിക്കലുകൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാവുക. അല്ലാതെ ഒരുപാട് മാനസികമായ സന്തോഷം ലഭ്യമാകുന്ന ഒരുപാട് കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സ്ഥായിയായ സന്തോഷം കിട്ടുമോ? ഇല്ല. ആൾ ദൈവങ്ങളുടെ മുന്നിൽ തലകുനിച്ചു നിന്നാൽ സ്ഥായിയായ റാഹത്ത് കിട്ടോ? ഇല്ല. നിന്റെ സ്ഥായിയായ എല്ലാ റാഹത്തിനു വേണ്ടിയും, നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരാനും, നിന്റെ സകലമാന സമസ്യകൾക്കും പൂരണം കണ്ടെത്താൻ ഒരേ ഒരു മാർഗം വിശുദ്ധ ഖുർആനാ, അല്ലാഹുവിന്റെ കലാമാ, ഹബീബിന്റെ ചര്യയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചര്യകളെ അനുധാവനം ചെയ്യാതെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റാൻ മനുഷ്യർ മുന്നോട്ട് കടന്നു വന്നപ്പോ അവിടെ നിന്ന് നഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് മനസ്സിന്റെ സമാധാനം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ, അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തതുപോലെ, അല്ലാഹുവിന്റെ ഹബീബ് വരച്ച് കാണിച്ചു വെച്ചതുപോലെ അതാ പാന്താവിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും മനസ്സിന് സമാധാനമുണ്ടോ? മനസ്സിന് റാഹത്തുണ്ടോ? മനസ്സിന് സന്തോഷമുണ്ടോ? ഇത് തിരിച്ചറിയുകയാണ് വേണ്ടത് ആധുനിക മുസ്ലിം. പക്ഷേ മുസ്ലിമീങ്ങളല്ലാത്ത അമുസ്ലിം ബുദ്ധിജീവികൾ പോലും സമാധാനം ലഭ്യമാകുന്ന ഒരേ ഒരിടം അത് വിശുദ്ധമായ ഇസ്ലാമാണ്. ഇത് വെറുതെ പറഞ്ഞതാണോ? ആ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമാനമെന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരാളുണ്ടല്ലോ, ബോളിവുഡ് രംഗങ്ങളിൽ തന്റെ നടന വൈഭവം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു നായകനുണ്ടല്ലോ. തന്റെ സിനിമാ ജീവിതത്തിലൂടെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ ഒരു നടനുണ്ടല്ലോ. ആ നടന്റെ ശരിതെറ്റുകൾ നമുക്ക് ഇവിടെ മാറ്റിവെക്കാം. പക്ഷെ ആ നടനെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ടോ? 1-2 മാസങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യന് വിളിച്ചു പറഞ്ഞില്ലേ, എന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ ഖുർആൻ പഠിക്കാൻ തയ്യാറാകുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അമുസ്ലിം ബുദ്ധിജീവികൾ പോലും സമാധാനത്തിന്റെ ഒരു തരി വെളിച്ചത്തിന് വേണ്ടി ഖുർആൻ തുറന്നു വെക്കുകയാ, ഖുർആനിന്റെ വരികളിലൂടെ സഞ്ചരിക്കുകയാ. അവർക്കും മനസ്സിലായിട്ടുണ്ട് സമാധാനത്തിന്റെ സ്ഥായിയായ ഭാവം അത് വിശുദ്ധമായ ഖുർആനാ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം നാമധാരികളായ ആളുകളില്ലേ, ഞാൻ മുസ്ലിമാണെന്ന് പറയുന്ന ആളുകളില്ലേ, തട്ടമിട്ട് നടക്കുന്ന പെണ്ണുപോലും ഖുർആനിനെ വലിച്ച് ചീന്തുന്നത് കാണുമ്പോ മനസ്സ് വല്ലാതെ വേദനിക്കുന്നില്ലേ? ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു TV ചാനലിന് കൊടുത്തൊരു അഭിമുഖത്തിലോ അതല്ലെങ്കിൽ ആ ചാനലിൽ വന്ന ഒരു പ്രോഗ്രാമിൽ ഒരു മുസ്ലിം പെൺകുട്ടി പറഞ്ഞില്ലേ, ഖുർആൻ ദൈവത്തിന്റെ ഗ്രന്ഥമല്ല, അത് കേവലം പുസ്തകമാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും വിശുദ്ധമായ ഖുർആൻ കേവലം പുസ്തകമാണെന്ന് പറഞ്ഞിട്ട് മെൻസസുള്ള നേരത്തിന് തൊടാനും പാടില്ല പോലും എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിനെ പുച്ഛിക്കുകയാ, വിശുദ്ധ ഖുർആനിനെ അവഹേളിക്കുകയാ. അങ്ങനെയുള്ള പെണ്ണ്, നിന്നോട് പറയാനുള്ള മറുപടി എന്താണെന്നറിയോ? നിന്റെ കേവലം വിമർശനങ്ങൾ കൊണ്ട് തളരുന്നതല്ല ഖുർആൻ.
ഇത് വിമർശനത്തിന്റെ തീച്ചൂളയിൽ പടർന്ന് പന്തലിച്ചതാ. അതുകൊണ്ട് വെയിലത്ത് വാടുമെന്ന് കരുതണ്ട. ഈ ഖുർആനുമായി 7-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്നപ്പോ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ലോകമാസകലം സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം പരന്നൊഴുക്കുന്ന വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, അത് ഇറക്കപ്പെട്ട കാലങ്ങളിൽ പോലും ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വിമർശനത്തിന്റെ മുനയൊടിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു വെല്ലുവിളിച്ചില്ലേ? ഈ ഖുർആൻ കേവലം പുസ്തകമാണെന്ന് പറയുന്നുണ്ടോ? കേവലം ഗ്രന്ഥമാണെന്ന് പറയുന്നുണ്ടോ? ഇത് മനുഷ്യന് രചിച്ചതാണെന്ന് പറയുന്നുണ്ടോ? എങ്കിൽ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹാ, ഇതിനോട് കിടപിടിക്കുന്ന ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? ഇതിനോട് കിടപിടിക്കുന്ന ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് 14 മുമ്പ് ഖുർആൻ വെല്ലുവിളിച്ചപ്പോ ആ വെല്ലുവിളി എന്നും പ്രോജ്വലിച്ചു നിൽക്കുകയാ. ആ വെല്ലുവിളി സ്വീകരിക്കാൻ, വെല്ലുവിളിക്ക് മറുപടി പറയാൻ, ഖുർആനിന് പകരമായിട്ടൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഇന്നേ വരെ ഒരാൾക്കും സാധ്യമായിട്ടില്ല. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്, ഖുർആനിന്റെ സംരക്ഷണം നാമാണ് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞതാരാണ്? രാജാതിരാജനായ അല്ലാഹുവാ. അതുകൊണ്ട് തന്നെ ഇത് തകരൂല, ഇത് പതറൂല, ഇത് അടിച്ചമർത്തപ്പെടൂല, ഇത് മാഞ്ഞു പോവുകയില്ല, ഇത് മറഞ്ഞു പോവുകയില്ല, ഇത് കാലയവനകൾക്കുള്ളിലേക്ക് എടുത്തെറിയപ്പെടുകയില്ല. ഇത് ജ്വലിച്ചു നിൽക്കും, പ്രോജ്വലിച്ചു നിൽക്കും. ലോകമാസകലമുള്ള സകലമാന മനുഷ്യ മനസ്സുകളിലേക്കും സമാധാനത്തിന്റെ പ്രകാശം പരത്തിയിട്ട് ലോകാവസാനം വരെ ഖുർആൻ നിറഞ്ഞു നിൽക്കുകയാ. ലോകം മൂലം മനസ്സിലാക്കി വരികയാണ് സ്ഥായിയായ സമാധാനത്തിന്റെ ഭാവം അത് വിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആൻ വരച്ച് കാണിക്കുന്ന ഇസ്ലാമിക ജീവിതമാണെന്ന്. ടെൻഷനില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, വൈഷമ്യങ്ങളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത സമാധാന സമ്പൂർണമായ ജീവിതം അത് വിശുദ്ധമായ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുഅ്മിനിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. മുഅ്മിനിന് ടെൻഷനില്ലാത്ത ജീവിതം